ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ, ശ്യാം മോഹൻ, ഫഹദ് മാനുവൽ, വിനയ് ഫോർട്ട്, വിജയരാഘവൻ, വിനായകൻ, ജോമൻ ജോദറി, രഞ്ജയ് പണിക്കർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഷറഫുദ്ദീൻ, ഗോകുലം മൂവീസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,55,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 3,70,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 5.5 കോടി റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തി വമ്പം വിജയം നേടിയെടുത്ത സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ഈ സിനിമയാണ് 18-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ. 1,97,00,000 രൂപയാണ് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് 50,62,00,000 ഈ സിനിമയുടെ കേരള കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്ന 17ാമത്തെ സിനിമ കൂടിയാണ് കാന്താര ചാപ്റ്റർ 1. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 740-750 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. മോഹൻലാൽ നായകനായി രഞ്ജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് രാവണപ്രഭു. 4K റീമാസ്റ്റർ പതിപ്പായി ഒക്ടോബർ 10 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 10 ദിവസമാണ് ഇന്നലെ ഞായറാഴ്ചയോടെ പൂർത്തിയായത്. ഇന്നലെ ഞായറാഴ്ച ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 7,25,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 3,36,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 4,15,00,000 റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിരക്കഥയിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് ഡ്യൂഡ്. ദീപാവലി റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ 3-ാം ദിവസം കൂടിയായ ഇന്നലെ ഞായറാഴ്ച കേരള കളക്ഷനായി 73 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ 3 ദിവസം കൊണ്ട് 1,85,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രകാരം 70 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് 55 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ധ്രുവ് വിക്രം നായകനായി മാരി ശെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ദീപാവലി റിലീസായി ഒക്ടോബർ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ബൈസൺ കാലമാടൻ. ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ആദ്യ 2 ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെ 3-ാം ദിവസം ഞായറാഴ്ച കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്നലെ 16,70,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആദ്യ 3 ദിവസം കൊണ്ട് 38 ലക്ഷം രൂപ കേരളത്തിൽ സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 14 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. നവാഗതനായ ഷൺമുഖം മുത്തുസ്വാമി തിരക്കഥ സംവിധാനം ചെയ്ത് ദീപാവലി റിലീസായി ഒക്ടോബർ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഡീസൽ. ഹരീഷ് കല്യാൺ, വിനയ് റായി, അതുല്യ രവി, സായി കുമാർ, അനന്യ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 3,05,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് 7,50,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. എങ്കിലും 6 കോടി റേഞ്ചിലാണ് ആദ്യ 3 ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. രത്തിന പി.ടി സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാതിരാത്രി. നവ്യ നായർ, സൗബിൻ ഷാഹിർ, ആൻ അഗസ്റ്റിൻ, സണ്ണി വെയിൻ, ശബരീഷ് വർമ്മ, ഹരിശ്രീ അശോകൻ, അതുല്യ രാജൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 48,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,11,00,000 രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1,70,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായി ഉണ്ണി ശിവരംഗം തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 തമിഴിലും മലയാളത്തിലുമായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ സിനിമയാണ് ബൾട്ടി. ഈ സിനിമ അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ചിത്രം 24-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 4,60,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. ആദ്യ 24 ദിവസം കൊണ്ട് 9,11,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 12.5-13 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. സെന്ന ഹെഗ്ഡെ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അഭിഹിതം. ചിത്രത്തിൽ ഉണ്ണി രാജ, രഞ്ജി കാങ്കുൾ, വിനീത് ചാക്യാർ, ധനേഷ് കോടിയത്ത്, രാകേഷ് ഉഷാർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 10-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 90,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 10 ദിവസം കൊണ്ട് 42,65,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. നവാഗതനായ ഫാസിൽ മുഹമ്മദ് തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഷംല ഹംസ, വിജി വിശ്വനാഥ്, ബബിത ബഷീർ, ഫാസിൽ മുഹമ്മദ് എന്നിങ്ങനെ പുതുമുഖ താരങ്ങൾ അണിനിരുന്ന ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 60,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 26,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 54 ദിവസമാണ് പിന്നിടുന്നത്. 53-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 53 ദിവസം കൊണ്ട് കേരളത്തിൽ 121,40,00,000 സ്വന്തമാക്കിയ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 301,60,00,000 റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.